ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പോൾ എല്ലാവരും തന്നെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുവാണെന്ന് ഞാൻ കരുതുന്നു. ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. അപ്പോൾ എൻ്റെ പേര് ഡോണ. അപ്പോൾ നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ, എൻ്റെ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുള്ളതുപോലെ തന്നെ ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മിൽക്ക് ഫേഷ്യലാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഒരു 4 സ്റ്റെപ്പ് വരുന്ന ഒരു മിൽക്ക് ഫേഷ്യലാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം മിൽക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഫേസിന് വളരെയധികം നല്ല ബെനഫിഷ്യൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. പാലിൻ്റെ അകത്ത് നമുക്ക് ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ സ്കിൻ ടോണിനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ ഡെഡ് സ്കിന്നൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും നല്ല അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് പാല്. അപ്പം നിങ്ങൾ ആദ്യം ഈ ഒരു ഫേഷ്യൽ ചെയ്യാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾ എന്തിനാണ് നമ്മൾ ഈ പാല് തേക്കുന്നത് മുഖത്ത്, പാലിൻ്റെ അകത്ത് എന്താണുള്ളത് അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് മാത്രം ഞാൻ ഈ ഒരു കാര്യം ഒന്ന് പറഞ്ഞതാണ്. പാലിൻ്റെ അകത്ത് ലാക്റ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ സ്കിൻ ടോണിനെ ഒന്ന് ഈവൻ ആക്കാനും അതുപോലെ തന്നെ ഡെഡ് സ്കിന്നൊക്കെ മാറ്റാനും സൺടാനൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒട്ടും തന്നെ വളവളാന്ന് സംസാരിച്ച് ബോറടിപ്പിക്കാണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ. അപ്പം ആദ്യം തന്നെ ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഒതുക്കി കൊടുക്കാൻ പോവുകയാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ഹെയർ ബോ ഉണ്ട്. ഞാൻ ഇത് വെച്ചിട്ട് മുടി ഒന്ന് ബാക്കിലേക്ക് ഒന്ന് ആക്കി കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ഹെയർ ബോ ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഹെയർ ബാൻഡോ അല്ലെങ്കിൽ ക്ലിപ്പും കൊണ്ട് എന്തെങ്കിലും മുടി ഒന്ന് കെട്ടി വെച്ചാൽ മതി. അപ്പം ഞാൻ എൻ്റെ ഈ ഒരു ഹെയർ ബോ വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം മിൽക്ക് ഫേഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇതിൻ്റെ അകത്ത് മെയിൻ സാധനം മിൽക്കാണ്. എല്ലാ സ്റ്റെപ്പിലും നമ്മൾ മിൽക്കാണ് യൂസ് ചെയ്യുന്നത്. മിൽക്കും പിന്നെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അല്ലേ. മുടിയൊക്കെ ഞാൻ നന്നായിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഗ്ലാസിൻ്റെ അകത്ത് കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാ സ്റ്റെപ്പിലും പാലാണല്ലോ യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ്. ക്ലെൻസിങ്ങിന് നമ്മൾ കുറച്ച് പാല് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. പാല് യൂസ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്യണം. അപ്പം നിങ്ങളെ കോട്ടൺ ഉണ്ടെങ്കിൽ കോട്ടൺ കൊണ്ട് മസാജ് ചെയ്യാവുന്നതാണ്. എൻ്റെ കയ്യിൽ ഇപ്പോൾ കോട്ടൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെയാണ് മസാജ് ചെയ്യുന്നത്. ഇപ്പോൾ കോട്ടൺ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ കൈ കൊണ്ട് മസാജ് ചെയ്താലും മതി. അപ്പം ഞാൻ ആദ്യം വെറും പാല് മാത്രം എടുത്തിട്ട് ഫേസ് ഒന്ന് നന്നായിട്ട് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണേ. നിങ്ങൾ പാലെടുക്കുമ്പോൾ കുറച്ച് പാല് മാത്രം എടുത്താൽ മതി. അധികം പാലെടുത്ത് നമുക്ക് വേസ്റ്റ് ചെയ്യണം. നമുക്ക് അധികം പാലിൻ്റെ ആവശ്യം വരത്തില്ല. അപ്പം നമ്മളിവിടെ ഫേസ് വാഷിന് പകരമായിട്ടാണ് നമ്മൾ പാല് യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു ഫേഷ്യൽ ആയതുകൊണ്ട് നമ്മൾ പാല് യൂസ് ചെയ്യുവാണ്. ഇതുപോലെ നന്നായിട്ട് സർക്കുലർ മോഷനിൽ നന്നായിട്ടൊരു 2 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഞാൻ നന്നായിട്ട് എൻ്റെ ഫേസ് ഒന്ന് മസാജ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാവേ. അപ്പോൾ ഫേസ് നന്നായിട്ട് ഞാൻ വാഷ് ചെയ്തിട്ട് വരുമ്പോൾ നിങ്ങൾ ഫേസ് തുടയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ്. സ്ക്രബിങ് നമ്മൾ ചെയ്യാൻ നേരം നമ്മുടെ ഫേസിൽ കുറച്ച് വെള്ളം ഉള്ളത് നല്ലതാണ്. അപ്പം നിങ്ങൾ വെള്ളം ഒന്നും തുടച്ച് കളയണ്ട, ഫേസിൽ ആ ഒരു വെള്ളം അങ്ങിരുന്നോട്ടെ. നമ്മൾ ആദ്യം മസാജ് ചെയ്ത പാല് ബാക്കി വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ കളയണ്ട. ഇതിലേക്ക് നമ്മൾ കുറച്ച് അരിപ്പൊടിയാണ് സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം 1 സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. 1 സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലുണ്ടാകുന്ന വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ പോവും. അതുപോലെ തന്നെ ഫേസിലെ ഡെഡ് സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ആയിക്കോളും. അപ്പം നമ്മുടെ ഫേഷ്യലിൻ്റെ അകത്ത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സ്ക്രബിങ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് സ്ക്രബിങ് വരുന്നത്. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം സ്ക്രബ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ്. അപ്പം ഞാനിവിടെ അരിപ്പൊടിയും പാലും സ്ക്രബ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പം ഇച്ചിരി കട്ടായിട്ടുണ്ട് കേട്ടോ. ഞാൻ കുറച്ചും കൂടി പാല് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഓക്കെ, കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ. അപ്പം നമ്മുടെ സ്ക്രബ് റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഫേസിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആദ്യം ജസ്റ്റ് നമുക്ക് സ്ക്രബ് ചെയ്യേണ്ട ഭാഗങ്ങളിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ 2 കൈകളും യൂസ് ചെയ്തിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മളൊരു 3 മിനിറ്റ് നേരം നന്നായിട്ട് സ്ക്രബ് ചെയ്യണം. ഓക്കെ, അപ്പം ഞാൻ സ്ക്രബ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ എൻ്റെ 2 കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യട്ടെ. നന്നായിട്ട് മസാജ് ചെയ്യുക.
പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു ചുണ്ടിൻ്റെ താഴത്തൊക്കെ നന്നായിട്ട് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉള്ളതാണ്. അവിടെയൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. ഓക്കെ, ഇനി ഒരു 3 മിനിറ്റ് നേരം നന്നായിട്ട് ഞാൻ സ്ക്രബ് ചെയ്യട്ടെ, എന്നിട്ട് വരാം. ഓക്കെ, അപ്പം ഞാനൊരു 3 മിനിറ്റ് നേരം നന്നായിട്ട് ഫേസ് സ്ക്രബ് ചെയ്തു. ഇനി ഞാനിന്ന് വാഷ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അപ്പം ഞാൻ സ്ക്രബൊക്കെ ചെയ്തിട്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ ഫേസ് നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്, നല്ല ബ്രൈറ്റും ആയിട്ടുണ്ട്. എൻ്റെ വൈറ്റ് ഹെഡ്സും കാര്യങ്ങളെല്ലാം പോയി നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ചുണ്ടിൻ്റെ അടിഭാഗമൊക്കെ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ മൂക്കിലുണ്ടായിരുന്ന വൈറ്റ് ഹെഡ്സ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് നമുക്ക് ഫേസ് പാക്ക് ആണ്. അപ്പോൾ ഫേസ് പാക്കിന് ഞാൻ യൂസ് ചെയ്യുന്നത് കടലമാവും പാലുമാണ്. എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് വ്യൂ കിട്ടിയിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫേസ് പാക്കിൻ്റെയാണ്. അത് കടലമാവും പാലുമാണ്. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. നിങ്ങൾ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ വീക്ക്ലി വൺസ് മാത്രമൊക്കെ അല്ലേ നമുക്ക് ക്ലീനപ്പ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഡെയിലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് കടലമാവും പാലും. സോ ഞാൻ ഫേസ് പാക്കായിട്ട് ഇപ്പം കടലമാവും പാലുമാണ് ഇടാൻ പോകുന്നത്. 1 സ്പൂണോളം കടലമാവ് എടുക്കുന്നുണ്ട്. 1 സ്പൂൺ കടലമാവ്, ഇതിലേക്ക് കുറച്ച് പാല്. നമുക്ക് ഇതൊരു ഫേസ് പാക്ക് മിക്സ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കുറുകി കിട്ടത്തില്ലേ, ആ ഒരു രീതിക്ക് വേണ്ട അത്രയും പാല്. ഓക്കെ, ഫേസ് പാക്കും നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ഫേസ് പാക്കാണ്, നല്ല എഫക്റ്റീവാണ് കടലമാവും പാലും. എൻ്റെ ചാനലിൽ തന്നെ ഏറ്റവും കൂടുതൽ വ്യൂ ഉള്ള ഒരു വീഡിയോ ആണ് അത്. സോ ഞാൻ കടലമാവ് പാലും എൻ്റെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുവാണ്. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് നമ്പർ 3 ഫേസ് പാക്ക്. ഫേസ് പാക്ക് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നെക്കിലും കൂടി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇപ്പം നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബുദ്ധിമുട്ട്. ഞാൻ കുളിക്കുന്നതിന് മുമ്പാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ നെക്കിലും കൂടി അപ്ലൈ ചെയ്യും. അപ്പം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുമല്ലേ, അപ്പം ഞാൻ നെക്കിൽ അപ്ലൈ ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നെക്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പം അതാ നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങി വരട്ടെ. ഉണങ്ങി വരുമ്പോൾ വാഷ് ചെയ്യാവുന്നതാണേ. ഫേസൊക്കെ നല്ലവണ്ണം ഇവിടെയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഫേസ് ഇങ്ങനെ വലിഞ്ഞു പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാൻ വേണ്ടിയിട്ട് പോവുകയാണേ. ഡ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്യാം. എൻ്റെ ഡ്രൈ ആയിട്ടുണ്ട്, ഞാൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തു. എനിക്കിപ്പോൾ തന്നെ നല്ല ബ്രൈറ്റ്നെസ് എൻ്റെ ഫേസിന് തോന്നുന്നുണ്ട്. നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ എൻ്റെ ആദ്യത്തെ ഒന്ന് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു സ്കിൻ ടോണിനേക്കാളും നന്നായിട്ട് സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആയിട്ടുണ്ട് ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ഫേസ് മാസ്ക് ആണ്. അപ്പം നമുക്കത് പ്രിപ്പയർ ചെയ്യാം. അതിന് നമ്മൾ സിമ്പിളായിട്ട് 2 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഫേസ് മാസ്കിനായിട്ടും നമ്മൾ കുറച്ച് പാലെടുക്കുവാണ്, കുറച്ച് മാത്രം മതി. ഓക്കെ, ഇത്രയും മാത്രം, കുറച്ച് പാല് മാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളാണ് ആഡ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് കടയിലൊക്കെ വെറും തുച്ഛമായ വിലയ്ക്ക് മേടിക്കാൻ കിട്ടും. എനിക്ക് തോന്നുന്നു 30 രൂപയ്ക്ക് താഴെയാണ്. ഒരു ക്യാപ്സ്യൂളിന് മാത്രമല്ല, ഒരു 10 എണ്ണത്തിനൊക്കെയാണ് 30 രൂപയ്ക്ക് താഴെ കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ടുന്ന അത്രയും നിങ്ങൾ വാങ്ങുക. അപ്പം നിങ്ങളുടെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഇല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് അലോവേറ ജെല്ല് പാലായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അവസാനത്തെ ഒരു മാസ്ക് ആയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി. ഇപ്പം എൻ്റെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഉള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു പാലിലേക്ക് വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഒന്ന് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. കണ്ടോ, വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ല ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യട്ടെ. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് പാലായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ്.
ഓക്കെ, ഇനി ഞാൻ സ്കിന്നിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ. ഇതൊരു മാസ്ക് പോലെ ഒരു 10 മിനിറ്റ് നമ്മുടെ ഫേസിൽ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയുക. അപ്പം മാസ്ക് മുഴുവൻ ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. 10 മിനിറ്റിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാവേ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫേസിലുണ്ടായിരുന്ന ഫേസ് മാസ്ക് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഫേസ് ആദ്യം ഉണ്ടായിരുന്നതിനേക്കാളും നന്നായിട്ട് സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഫേസ് കണ്ടിട്ട് എന്താണ് തോന്നിയെന്ന് എന്താണേലും കമൻറ്റ് ചെയ്ത് പറയുക. അതുപോലെ തന്നെ ഈ ഒരു മിൽക്ക് ഫേഷ്യൽ എല്ലാവരും തന്നെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ ജെനുവിൻ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്താണ് ഡിഫറൻസ് ഉണ്ടായതെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.